അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ PXL സ്ക്രീൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് വരുന്ന സിനിമകൾ, ഇനി റിലീസാകുന്ന സിനിമകൾ ഈ ഒരു തിയേറ്ററിൽ പോയി കണ്ടാൽ മതിയോ? കൊച്ചിയിലെ ഏറ്റവും മികച്ച തിയേറ്റർ ഇതാണോ? ഇവിടുത്തെ പ്രൊജക്ഷൻ എങ്ങനെയുണ്ട്, അതുപോലെ ഇവിടുത്തെ സൗണ്ട് എങ്ങനെയുണ്ട്, ഇവിടുത്തെ 3D എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് ബാംഗ്ലൂരുള്ള മലയാളികളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബാംഗ്ലൂർ ഫോറം മാള്, കനകപുര റോഡിലുള്ള ബാംഗ്ലൂർ ഫോറം മാൾ ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ അതേ PVRന്റെ ഡിറ്റോ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തിയേറ്ററിന് പറയാം കേട്ടോ. ഇപ്പോൾ PXL സ്ക്രീനിന്റെ ഇന്റീരിയർ ഉൾപ്പെടെ ഏതാണ്ട് അവിടെ ഉള്ള അതേ സാധനം തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മറ്റു ഓഡിറ്റോറിയത്തിലെ സ്ക്രീനിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാംഗ്ലൂരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ ഏതാണ്ട് സെയിം എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് നമ്മുടെ കൊച്ചി ഫോറം മാളിലെ PVR തിയേറ്ററിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഇന്റീരിയർ എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റിംഗ് ലോബി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പറയുന്ന കാര്യമില്ലല്ലോ. ഗംഭീരമാണ്. PVR ആയതുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ട് എന്തായാലും അതൊക്കെ ചെയ്യത്തുള്ളൂ. നമ്മളങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും PVR തരുന്നത്. PVRന്റെ ഏത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്രാവശ്യവും അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതിഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് സ്ക്രീനുകളുടെ, അതായത് നോർമൽ ഓഡിറ്റോറിയത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ക്രീനിലും ഡിഫറെന്റ് കളർ പാറ്റേൺ ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരു തിയേറ്ററിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സീറ്റിന്റെ കംഫർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, കാണുമ്പം PVR എപ്പോഴും അവരുടെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു എസ്തെറ്റിക് ഭംഗിയാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് വളരെ ഗംഭീരമായ ഒരു ഫീൽ കിട്ടും. പക്ഷേ 3 മണിക്കൂർ ഇരുന്ന് സിനിമ കാണുമ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം PVR സൂപ്പർപ്ലക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന സീറ്റ് നിങ്ങൾ കണ്ടല്ലോ, ആ സീറ്റും ഈ സീറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ട് കാണാനായിട്ട്. അതായത് ആ ഒരു മോഡലിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കംഫോർട്ട് ഏതാണ്ട് സെയിം തന്നെയൊക്കെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷിൻ സപ്പോർട്ട് കുറച്ച് കുറവാണ്, കുറച്ച് കട്ടിയുള്ള സീറ്റായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ഇരുന്ന് സിനിമ കാണുന്ന സമയത്ത് നമുക്കൊന്ന് എന്താ പറയുക, കുറച്ച് പുറം വേദനയും ഒക്കെ എടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ. കാര്യം സീറ്റിനെ കുഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് വിചാരിച്ച് മോശമാണെന്നല്ല പറഞ്ഞത്. ഒരു 3 മണിക്കൂറിന് മുകളിലോട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവേ 3 മണിക്കൂറുള്ള സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്കംഫോർട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ അവിടുത്തെ പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ ഗംഭീരമായിരിക്കും. PVR ആയതുകൊണ്ട് തന്നെ അക്കാര്യത്തിലേക്ക് അവർ വൃത്തിയായിട്ട് തന്നെ ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ഗോൾഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ലെക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, ലക്ഷറീസ് ആയിട്ടുള്ള സീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റിക്ലൈനർ സീറ്റാണ് എല്ലാം വരുന്നത്. അപ്പോൾ കൂടുതൽ പണം മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലക്ഷറിയോടുകൂടി സിനിമ കാണാനായിട്ട് പറ്റും. പ്രൊജക്ഷനും സൗണ്ടും ഒക്കെ നമുക്ക് മറ്റ് സ്ക്രീനുകൾ കിട്ടുന്ന പോലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ കുറച്ച് കംഫർട്ട് കൂടുതലായിരിക്കും. അതായത് നമുക്ക് വളരെ ലക്ഷറീസ് ആയിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് കൊടുത്തിരിക്കുന്ന മോഡൽ ആ ഒരു കളറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ സീറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ PXL സ്ക്രീനിലേക്കാണ്. PXL സ്ക്രീനിന്റെ കാര്യമാണല്ലോ എല്ലാവരും ഉറ്റു നോക്കുന്നത്. കാര്യം ഒരു കേരളത്തിലെ ഒരു എന്താ പറയുക, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ആയിട്ട് മാറാൻ പോകുന്ന ഒരു തിയേറ്റർ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ആൾക്കാരുടെ നന്ദി പറയാനായിട്ടുണ്ട്. ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ അക്ഷയ് കുമാർ എന്ന് പറയുമ്പോൾ ബോളിവുഡ് സ്റ്റാർ ഒന്നുമല്ല, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അക്ഷയാണ് കേട്ടോ. അപ്പോൾ അക്ഷയ് ഇന്നലെ പോയി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കുറേ ഇമേജസ് ഒക്കെ എനിക്ക് അക്ഷയ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പേര് വെളിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ കുറച്ച് ചേട്ടന്മാരും ഉണ്ടായിരുന്നു. അതിലൊരാൾ തിയേറ്റർ മേഖലയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെപ്പോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം കറങ്ങുക, അവിടത്തുള്ള സ്പെഷ്യൽ തിയേറ്റേഴ്സ് കണ്ടുപിടിക്കുക, അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പേര് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഒപ്പീനിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ ഒപ്പീനിയൻ അല്ല, ഇത് പബ്ലിക് ഒപ്പീനിയൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മളെ അറിയിച്ചൊരു കാര്യം വെച്ചിട്ട് വളരെ ഇൻഡെപ്തായി പരിശോധിച്ചതിന് ശേഷമുള്ള ഒരു അനാലിസിസ് ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ PXL സ്ക്രീൻ കൊച്ചിയിലെ തന്നെ ഒരു ഐക്കോണിക് തിയേറ്റർ ആയിട്ട് മാറുമോ, ഏറ്റവും മികച്ച തിയേറ്റർ ആയിട്ട് മാറുമോ PXL സ്ക്രീൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് കൊണ്ട് തിരിച്ചാലോ. അപ്പോൾ ആദ്യം തന്നെ ഇന്റീരിയറിന്റെ കാര്യം എടുക്കാം. ഇന്ത്യയുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ബാംഗ്ലൂർ ഫോറം മാളിൽ ഉപയോഗിച്ച് ഏതാണ്ട് അതേ ഡിറ്റോ സാധനം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഇന്റീരിയറിനോടല്ല താല്പര്യം. എനിക്ക് ഇവരുടെ PXL വേറെ കുറേ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള PXL സ്ക്രീൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ചും കൂടെ വളരെ ഗംഭീരമായിട്ടുള്ള ഇന്റീരിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം അതായിരുന്നു. പിന്നെ എൻ്റെ സൗകര്യം നോക്കിയല്ലോ PVR അവിടെ തിയേറ്റർ ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഇന്റീരിയർ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്ത PXL സ്ക്രീനിൻ്റെ ഒരു ഇന്റീരിയർ ആയിരുന്നു.
അത് മുകളിൽ ഇങ്ങനെ PXL എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ മൊത്തത്തിൽ ഒരു റെഡ് തീമാണ് നമുക്ക് തിയേറ്ററിനകത്ത് കയറുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ക്രോസ് ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് വളരെ ഭംഗിയാണ്. മൊത്തത്തിൽ നമുക്കൊരു ടോട്ടാലിറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു റെഡ് തീമാണ് കേട്ടോ. അപ്പോൾ ഇന്റീരിയർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ്സിന്റെ കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടിക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന സീറ്റുകളിൽ ഏറ്റവും മികച്ച സീറ്റായിട്ടാണ് ആൾക്കാർ അഭിപ്രായപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സിൽ കൊടുത്ത ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലത്തെ അതേ ഒരു മോഡലിലെ സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ആൾക്കാരും വളരെ ഗംഭീരമായ അഭിപ്രായമാണ് നമ്മുടെ ഈ ഒരു PXL സ്ക്രീനിലെ സീറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു 5 മാർക്ക് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. യെസ്, അപ്പോൾ ആ കാര്യം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രൊജക്ഷൻ, സൗണ്ട്, 3D തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ പ്രൊജക്ഷന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ച പ്രൊജക്ഷൻ തന്നെയായിരുന്നു നമ്മുടെ PXL സ്ക്രീനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു തിയേറ്ററിനെ കമ്പയർ ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച തിയേറ്ററുകളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലെവലിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ അനാലിസ് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓരോ ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച പ്രൊജക്ഷൻ തന്നെ ആയിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എഫിഷ്യൻസി കുറവായിരുന്നു എന്നൊരു കംപ്ലൈൻറ്റ് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3D സിനിമ ആയതുകൊണ്ട് തന്നെ എന്തായാലും ലൈറ്റ് എഫിഷ്യൻസി കുറയാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും 3D ഇമേജിന്റെ ക്ലാരിറ്റിയിൽ ചെറിയ രീതിയിൽ, അതായത് ഞാൻ ഈ പറയുന്നത് ഏറ്റവും ടോപ്പാണ് കേട്ടോ. ഇപ്പോൾ ഈ പ്രൊജക്ഷനൊക്കെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള തിയേറ്ററുകളിലൊക്കെ പോയി കണ്ടിട്ട്, അതായത് അവിടെ ചിലപ്പോൾ 2K ആയിരിക്കും, ചിലപ്പോൾ 4K നമ്മുടെ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഈ PXLലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അയ്യോ വേറെ ലെവൽ പ്രൊജക്ഷൻ, നമ്മളങ്ങ് ഒരുപാട് തിളച്ച് മറിയും. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇതുപോലെ തന്നെ മികച്ച തിയേറ്ററുകൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതൊരു എന്താ പറയുക ഓക്കെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ് നമുക്ക് തോന്നും. ഓക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു കഴിച്ചാൽ ലൈറ്റ് എഫിഷ്യൻസിയിൽ ചെറിയതായിട്ടൊരു പെർസെൻറ്റേജിൻ്റെ കുറവ് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. 3D സിനിമ ആയതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും അതിൽ നിന്നും കുറച്ച് ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, ലൈറ്റ് എഫിഷ്യൻസി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ പോയി സിനിമ കണ്ട ആൾക്കാരുടെ ഒപ്പീനിയനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് സൗണ്ടാണ്. ഇതിനകത്ത് എനിക്ക് ഈ സിനിമ കണ്ട ആൾക്കാരും അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറയാം. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് എഫക്റ്റ് വേറെ ലെവൽ ബേസ് എഫക്റ്റ് ആണ് അവർക്ക് കിട്ടിയെന്നുള്ള കാര്യമാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഗോഡ്സില്ല ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ കാല് ചവിട്ടുന്ന ഒരു സീൻ വരുന്ന സമയത്ത് സീറ്റൊക്കെ വിറയ്ക്കുന്ന രീതിയിലുള്ള ബേസ് എഫക്റ്റ് അവർക്ക് കിട്ടി. അതായത് ബേസിന്റെ കാര്യത്തിൽ എല്ലാവരും സംതൃപ്തരാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സറൗണ്ട്, അവിടെയാണ് പ്രശ്നം വരുന്നത്. സറൗണ്ടിൽ പല ആൾക്കാർക്കും പല അഭിപ്രായമാണ്. സറൗണ്ടിന്റെ കാര്യത്തിൽ എല്ലാവരും കുറച്ച് ആൾക്കാർ പറഞ്ഞത് സറൗണ്ടിന്റെ കാര്യത്തിൽ അവർക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു എന്നാണ്. കുറച്ച് പറഞ്ഞത് ഓക്കെ നല്ലതായിരുന്നു, നല്ല മികച്ച എക്സ്പീരിയൻസ് കിട്ടി എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിന്റെ കാര്യത്തിൽ നമ്മൾ മാറ്റി, ബേസ് ഏറ്റവും ടോപ്പ് നമ്മൾ കൊടുക്കുന്നു, അത് മാറ്റുന്നു. അത് കഴിഞ്ഞ് സറൗണ്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടെ ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ JBL 9310 മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്പീക്കറാണ് കാണാനായിട്ട് പറ്റുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ തിയേറ്ററുകളും ഉപയോഗിക്കുന്ന ഈ ഒരു മോഡൽ സ്പീക്കറാണ് കേട്ടോ. ഇതിന് നമ്മുടെ നാട്ടിൽ ഇതേ സ്പീക്കേഴ്സ് ഉപയോഗിച്ച തിയേറ്ററുകളായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. JBL ആയതുകൊണ്ട് തന്നെ ഗംഭീര ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടുത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലേ ഈ സ്പീക്കേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിമെട്രിക്കൽ ആയിട്ടല്ല അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാത്രം, അതായത് തിയേറ്റർ ഹോളിന് അനുയോജ്യമായിട്ട് തന്നെ, അതായത് അത് കാണുന്ന ഭംഗിക്ക് വേണ്ടിയിട്ട് ആ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ഓരോ സ്പീക്കേഴ്സും ടിൽറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓവർഹെഡ് സ്പീക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ സറൗണ്ട് സ്പീക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടിൽറ്റ് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്തിട്ടാണ് അവർ സ്പീക്കേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് സൗണ്ട് കൃത്യമായിട്ട് വരണം. അതായത് ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ് അവിടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാര്യം എൻ്റെ മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ടിൽറ്റ് ചെയ്ത് ആംഗിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടണം. ഈ സ്പീക്കേഴ്സിനെ പറ്റി എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് ബേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സറൗണ്ടിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ കിട്ടണം. പക്ഷേ ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സറൗണ്ടിൽ ചെറുതായിട്ടൊന്ന് അതായത് മോശമാണെന്നല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മളെപ്പോഴും ടോപ്പിലാണ് നോക്കുന്നത്, മോശമെന്നുള്ള അഭിപ്രായമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു
ഏറ്റവും മികച്ചത് എന്ന രീതിയിലേക്ക് പോയിട്ടില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങൊരു ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ PVR ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ കാലിബ്രേഷൻ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കാര്യമാണ് നമ്മുടെ 3D എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ റിയൽഡി 3D ആണ്, റിയൽഡി 3D ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കുലർ പോളറൈസേഷൻ ആണ്. നിങ്ങൾ ഹെഡ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും വരാത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ആ ഒരു ഗ്ലാസിന്റെ ആ ഗ്ലാസ്സിൽ ഉപയോഗിച്ചിരുന്ന ഫിൽറ്റേഴ്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടണം. ഡെപ്ത് തുടങ്ങിയ കാര്യങ്ങളിലല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതലും ഈ ഒരു സർക്കുലർ പോളറൈസേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലീനിയർ പോളറൈസേഷനിൽ നിന്നും കൂടുതൽ ഡെപ്ത് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ, അതായത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് 3D ഇമേജിന്റെ ഡെപ്ത് കുറയാതെ തന്നെ ആ ഒരു സിനിമ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു സർക്കുലർ പോളറൈസേഷൻ കൊണ്ടുള്ള ഗ്ലാസിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റിയൽഡി 3D ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു ഡൗട്ടും ഇല്ല, മികച്ച 3D എക്സ്പീരിയൻസ് തന്നെ കിട്ടണം. പിന്നെ 3Dയിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രൈറ്റ്നെസ്, അതായത് ലൈറ്റ് എഫിഷ്യൻസി കുറച്ച് താരതമ്യേന പതിവിൽ നിന്ന് വ്യത്യസ്തമായി കുറയുന്നുണ്ട്. എന്താ കാര്യം എന്നറിയോ, ഇവിടെ ഉപയോഗിച്ചിരുന്ന 4K ലേസർ പ്രൊജക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ലേസർ പ്രൊജക്ഷൻ ആകുമ്പോൾ ലൈറ്റ് എഫിഷ്യൻസി കുറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. പിന്നെ അതുപോലെ 3D ഇമേജിന്റെ ഡെപ്തിലും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ലെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താല്ലേ, ഇതാണോ കൊച്ചിയിലെ ഏറ്റവും മികച്ച തിയേറ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിൻ പോയിന്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു തിയേറ്റർ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഫോറം മാളിലെ PXL തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു തിയേറ്ററായിട്ട് നമ്മുടെ PXL സ്ക്രീൻ വരാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ഇനിയാണ് ഒരു കാര്യമാണ് ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ സ്ക്രീനിന്റെ വലിപ്പം. ഓക്കെ, എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണല്ലോ, കൊച്ചിയിലെ ബിഗ്ഗസ്റ്റ് സ്ക്രീൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്തുമാത്രം വലിപ്പം ഉണ്ട് എന്നുള്ള കാര്യം അറിയണമല്ലോ. അപ്പം സൈസ് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരും തിയേറ്റർ സ്ക്രീനിന്റെ വലിപ്പത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ആൾക്കാർ പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം, കൺക്ലൂഷനിലേക്ക് വരാം. കൊച്ചിയിലെ ഏറ്റവും മികച്ച തിയേറ്ററായിട്ട് തന്നെ നമുക്ക് ഈ ഒരു തിയേറ്ററിനെ പരിഗണിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം മികച്ച ഒരു തിയേറ്ററായിട്ട് PXL സ്ക്രീൻ. ഇനി അങ്ങോട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതൊരു ഫ്ലാറ്റ് സ്ക്രീൻ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവിടെ റിലീസ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോഡ്സില്ല കോങ് ആയിരുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിലും താഴെയായിട്ട് നമുക്ക് ആ ഒരു ലെറ്റർ ബോക്സിങ് കാണാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ 1.9:1 ആസ്പെക്ട് റേഷ്യോയിൽ സിനിമ ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. പക്ഷെ അത് IMAX-ലേക്കാണെന്നാണ് പറഞ്ഞത്. പിന്നുള്ളത് നമ്മുടെ സ്കോപ്പ് കോണ്ടന്റ് ആണ്. അപ്പോൾ ഇവിടെ സ്കോപ്പ് കോണ്ടന്റ് ആണ് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ട് ആ ലെറ്റർ ബോക്സിങ് വരും. അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പിക് സ്ക്രീനിൽ ഈ ഒരു സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അവിടെയും ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് സ്കോപ്പ് കോണ്ടന്റ് ആണ് കളിച്ചത്, അല്ലാതെ ഫ്ലാറ്റ് കോണ്ടന്റ് കളിച്ച സമയത്ത് ഈ ഒരു ഫ്ലാറ്റ് സ്ക്രീനിൽ അങ്ങനെ വരേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല. ഇത്രയും വലിയൊരു സ്ക്രീൻ ആണല്ലോ. അപ്പോൾ PVRന്റെ സ്റ്റാഫിനോട് ചോദിച്ച സമയത്ത്, ഈ ആൾക്കാർ ചോദിച്ച സമയത്തൊന്നും സ്റ്റാഫിന്റെ സൈഡിൽ നിന്നും ഒരു കൃത്യമായിട്ടൊരു മറുപടി ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് സിനിമകൾ വരുന്ന സമയത്തായിരിക്കും നമുക്ക് PXL സ്ക്രീനിന്റെ ഒരു ഉപയോഗം കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും വലിയ റേഷ്യോയിലേക്ക് വരുന്ന, അതായത് പൊക്കം കൂടിയ റേഷ്യോയിലേക്ക് വരുന്ന സമയത്തായിരിക്കും നമുക്ക് ആ ഒരു ഫുൾ സ്ക്രീനിൽ സിനിമ എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത സിനിമകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെറ്റർ ബോക്സിങ് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ താഴെ മുകളിൽ ഇങ്ങനെ ബ്ലാക്ക് മാർക്ക് വരുന്നത് കാണുന്നത് ഇഷ്ടമേ അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. പിന്നെ പൈസ കൊടുത്ത് കയറുന്നതല്ലേ, കണ്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പിൻ ചെയ്ത് വെച്ചോ, നമ്മുടെ കൊച്ചി PXL-ഉം നമ്മുടെ കൊച്ചി ഫോറമാളിലെ PXL സ്ക്രീനും ഒരു മികച്ച തിയേറ്ററായിട്ട് മാറാനായിട്ട് പോവുകയാണ്. എപ്പിക് സ്ക്രീൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. PXL-ഉം കത്തിക്കയറുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.